ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് എലപ്പുള്ളിയിലെ നെല്ല് സംഭരണ വിപണന സംസ്കരണ കേന്ദ്രമായ പാഡിക്കോയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് എലപ്പുള്ളി പാഡിക്കോ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സഹകരണ സംഘത്തെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചവരെ കണ്ടെത്തി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും സമിതി പ്രസിഡന്റ് വിളയോടി വേണുഗോപാൽ പറഞ്ഞു. ഭരണസമിതി ചെയ്തിട്ടുള്ളത് ഒരു ഉത്തരവാദിത്വമില്ലാതെ, പൊതുജനങ്ങളോടോ കർഷകരോടോ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ വലിയൊരു കൊള്ള സംഘമാണ് പാഡിക്കോയെ നശിപ്പിച്ചത്. ഇതിനെതിരെ ശക്തമായ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷണം നടത്തണം. അതിൻ്റെ പരാതികളുമായിട്ട് ഞങ്ങൾ പാഡിക്കോ നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അത് മുന്നോട്ട് വരണം, പുനർജീവിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് പാഡിക്കോ സംരക്ഷണ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. വ്യക്തികളിൽ നിന്നും 1,48,00,000 രൂപ ഓഹരി മൂലധനമായി സമാഹരിച്ചും സർക്കാർ വ്യക്തികളിൽ നിന്നും വ്യവസായ ഓഹരി മൂലധനമായി നൽകിയ 2 കോടി രൂപയും ചേർന്ന് 3,40,00,000 രൂപ ചെലവഴിച്ച് പ്രവർത്തനം ആരംഭിച്ച സംഘമാണ് പാഡിക്കോ. ഈ സംഘത്തിന് 4,90,00,000 രൂപ സർക്കാർ ഗ്രാൻറ്റും നൽകിയിട്ടുള്ളതാണ്. കൂടാതെ സർക്കാർ 2 കോടി രൂപ വായ്പയായി നൽകുകയുമുണ്ടായി. കേരള ബാങ്കിൽ നിന്നും 6,35,34 രൂപ അറ്റ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ലിക്വിഡേഷൻ നടപടിയിലെ നിക്ഷേപവും ഉണ്ടായിരുന്ന സംഘം ഇന്ന് 21,11,03 രൂപ വായ്പ എടുക്കുകയും ചെയ്തു. 1.5 കോടി രൂപയിൽ പ്രവേശിച്ച് പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതിലും അതീവ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയുമാണ് ഈ സംഘത്തിൽ നടന്നിട്ടുള്ളത്. ഇതു സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ച് സ്വീകരിക്കണമെന്നും പാഡിക്കോ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എലപ്പുള്ളി, ട്രഷറർ CB അശോകൻ എന്നിവരും പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.